ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം. മേടക്കൂറ്, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം. കർമ്മരംഗം പുഷ്ടികരമായിരിക്കും. ബിസിനസ് രംഗത്തുള്ളവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും. ഊഹക്കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് കാട്ടുവാൻ സാധിക്കും. ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും അനുകൂലമായ സമീപനമുണ്ടാവും. പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. മേലധികാരികളുടെ പ്രീതി പിടിച്ചുപറ്റുവാനും ഉന്നത സ്ഥാനങ്ങളിലെത്തുവാനും സാധിക്കും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നേട്ടമുണ്ടാവും. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടപ്പാക്കുവാൻ സാധിക്കും. പൊതുപ്രവർത്തകർക്ക് ഉന്നത പദവിക്ക് യോഗം കാണുന്നു. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക. ഇടവക്കൂറ്, കാർത്തിക മുക്കാൽ, രോഹിണി, മകീരത്തിൻ്റെ ആദ്യ പകുതി. വരവിനേക്കാൾ ചെലവ് അധികരിച്ചിരിക്കും. കാര്യതടസ്സങ്ങൾ പലതുമുണ്ടാവും. പലതരം സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരും. വ്യവഹാരങ്ങളിൽ പരാജയം നേരിടും. ഏതു കാര്യവും സൂക്ഷിച്ച് ചെയ്യേണ്ട സന്ദർഭമാണ്. ഇടയ്ക്കിടെ മടിയും നിരുന്മേഷതയും പിടികൂടാം. ആരോഗ്യ പ്രശ്നങ്ങൾ പലതുമുണ്ടാകുവാനും സാധ്യത കാണുന്നു. ആവശ്യമില്ലാതെ ചിന്തകൾ മൂലം മനസ്സ് വ്യാകുലപ്പെടും. ഉദരസംബന്ധമായ അസുഖം അലട്ടുവാനും സാധ്യത. വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച മാർക്കുകൾ ലഭിക്കണമെന്നില്ല. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക. മിഥുനക്കൂറ്, മകയിര അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ. അപ്രതീക്ഷിതമായി സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകാം. ചെലവുകൾ വർദ്ധിക്കും. വരുമാനത്തിൽ കുറവുണ്ടാവും. കർമ്മപുരോഗതി തടസ്സപ്പെടും. കുടുംബപരമായി നല്ല സമയമല്ല. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയില്ല. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാം. ഭൂമി ക്രയവിക്രയത്തിൽ ലാഭം കുറയും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കുകയില്ല. നടക്കുമെന്ന് കരുതിയ പല കാര്യങ്ങളും നടക്കാതെ വരും. ബന്ധുക്കളുടെ സഹായം യഥാസമയത്ത് ലഭിക്കുകയില്ല. ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കുകയില്ല. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണയും പാൽപ്പായസവും നടത്തിക്കൊള്ളുക. കർക്കിടകക്കൂറ്, പുണർദാവസാന പാദം, പൂയം, ആയില്യം. കുടുംബജീവിതം സമാധാനപരമായിരിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി നടത്തുവാൻ സാധിക്കും. ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം. ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് കാട്ടും. പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാവും. സുഹൃത്തുക്കൾ മൂലം ഗുണകരമായ നേട്ടങ്ങളുണ്ടാവും. കർമ്മരംഗത്ത് ഈ ആഴ്ച പുരോഗതി ഉണ്ടാവും. കലാകായിക രംഗത്തുള്ളവർക്ക് പലവിധ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. ഈ രാശിക്കാർക്ക് പലവിധ നേട്ടങ്ങളും ഈ ആഴ്ചയുണ്ടാവും. ബിസിനസ്സുകാർക്ക് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവും. ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനമുണ്ടാവും. ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. പൊതുപ്രവർത്തന മേഖലയിൽ ഗുണകരമായ നേട്ടമുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് കാട്ടും. കർമ്മരംഗത്ത് കാതലായ മാറ്റമുണ്ടാവും. ഊഹക്കച്ചവടത്തിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടുകയില്ലെങ്കിലും നഷ്ടം സംഭവിക്കുകയില്ല. ബന്ധുക്കളുടെ പിന്തുണ യഥാസമയത്ത് ലഭിക്കും. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര, പിൻവിളക്ക്, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തിക്കൊള്ളുക. കന്നിക്കൂറ്, ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ദൂരദേശ സഞ്ചാരം ആവശ്യമായി വരും. വ്യാപാര രംഗത്ത് സാമ്പത്തിക നേട്ടമുണ്ടാവും. പല കാര്യങ്ങളും വിചാരിക്കാത്ത സമയത്ത് നടന്നു കിട്ടും. വരവ് ചെലവുകൾ നിയന്ത്രണത്തിൽ വരും. പങ്കാളിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടും. ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം.
കർമ്മരംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും. മനക്ലേശം മാറിക്കിട്ടും. ദോഷപരിഹാരമായി ഭഗവതി ക്ഷേത്രത്തിൽ ചുവന്ന പട്ടും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. തുലാക്കൂറ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം മുക്കാൽ. കർമ്മരംഗത്ത് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച നേട്ടം കൈവരിക്കുവാനാകില്ല. കുടുംബജീവിതത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കാം. ശാരീരികമായും മാനസികമായും പല അസ്വസ്ഥതകളും ഈ ആഴ്ചയുണ്ടാവും. കർമ്മരംഗത്ത് പ്രതീക്ഷിച്ച ഗുണം ലഭിക്കുകയില്ല. കലാകായിക രംഗത്തുള്ളവർക്ക് മനക്ലേശമുണ്ടാക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരും. വ്യാപാരത്തിൽ വലിയ മുതൽ മുടക്കുകൾ ചെയ്യാതെ ഉള്ളതുകൊണ്ട് വിപണനം നടത്തുവാൻ ശ്രമിക്കുക. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക. ചിയക്കൂറ് വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് കാട്ടുവാൻ സാധിക്കും. ജോലി നഷ്ടപ്പെട്ടതുമൂലം വിഷമിക്കുന്നവർക്ക് പുതിയ മാർഗങ്ങൾ തുറന്നു കിട്ടും. ഭൂമി സംബന്ധമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും. വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹസാഫല്യമുണ്ടാവും. കർമ്മരംഗം പുഷ്ടികരമായിരിക്കും. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക മേന്മയുണ്ടാവും. ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. കലാകായിക രംഗത്തുള്ളവർക്ക് അഭീഷ്ടസിദ്ധിയും പുതിയ അവസരങ്ങളും ലഭിക്കും. ദോഷപരിഹാരമായി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ത്രിമധുരവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം. കുടുംബജീവിതത്തിൽ സ്വസ്ഥത കുറവുണ്ടാവും. കുടുംബത്തിലെ ആരുടെയെങ്കിലും മോശം ആരോഗ്യം മനസ്സ് അസ്വസ്ഥമാക്കും. കർമ്മരംഗത്ത് ചില മാറ്റങ്ങളുണ്ടാകാം. വാഹനമോടിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കുകയില്ല. ഊഹക്കച്ചവടത്തിൽ പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കുകയില്ല. ബിസിനസ് രംഗത്തും നേട്ടം കുറയും. മാനസിക ക്ലേശവും ശാരീരിക ക്ലേശവും അനുഭവിക്കേണ്ടി വരും. കാർഷിക മേഖലയിലുള്ളവർക്ക് ഈ ആഴ്ച അത്ര നല്ലതല്ല. കലാകായിക രംഗത്തുള്ളവർക്ക് യാത്രാക്ലേശം അനുഭവിക്കേണ്ടി വരും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും തുളസിമാലയും നടത്തിക്കൊള്ളുക. മകരക്കൂറ് ഉത്രാടമുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. വിദ്യാർത്ഥികൾക്ക് ഗുണകരമായ പല നേട്ടങ്ങളും ഉണ്ടാവും. ദാമ്പത്യത്തിൽ ചില വിഷമതകൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത പിൻബലം ലഭിക്കും. നല്ല ജോലിക്കായി പ്രയത്നിക്കുന്നവർക്ക് അതിനുള്ള ഗുണം ലഭിക്കുന്നതാണ്. ഊഹക്കച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം. കാർഷിക മേഖല പുഷ്ടികരമായിരിക്കും. ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച സാമ്പത്തിക മേന്മയുണ്ടാവും. കലാകായിക രംഗത്തുള്ളവർക്ക് ഈ ആഴ്ച നേട്ടത്തിൻ്റേതായിരിക്കും. തൊഴിൽ രംഗത്ത് കാതലായ മാറ്റമുണ്ടാവും. ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക. കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി, ചതയം, പോരുരുട്ടാതി മുക്കാൽ. തൊഴിൽ രംഗം പുഷ്ടികരമായിരിക്കും. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് കാട്ടുവാൻ പറ്റും. പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കും. കാർഷിക മേഖല, നാൽക്കാലി വളർത്തൽ എന്നിവ ലാഭകരമായിരിക്കും. കലാകായിക രംഗത്തുള്ളവർക്ക് പുതിയ നല്ല അവസരങ്ങൾ വന്നു ചേരും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും. ദോഷപരിഹാരമായി ഭഗവതി ക്ഷേത്രത്തിൽ നെയ്വിളക്കും കുങ്കുമാർച്ചനയും നടത്തിക്കൊള്ളുക. മീനക്കൂറ് പൊരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. ഈ രാശിക്കാർക്ക് മനോവിഷമമുണ്ടാക്കുന്ന പല അവസ്ഥകളും വന്നു ചേരും. ധനപരമായി ഈ ആഴ്ച അത്ര നല്ലതല്ല. വ്യവഹാരങ്ങളിൽ പ്രതികൂലമായ അവസ്ഥകളുണ്ടാവും. അനാവശ്യ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക.
ഊഹക്കച്ചവടത്തിൽ പണം മുടക്കാതിരിക്കുന്നതാണ് നല്ലത്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച മാർക്കുകൾ കിട്ടുകയില്ല. കർമ്മരംഗത്ത് പലവിധ അസ്വസ്ഥതകളും വന്നു ചേരും. കാർഷിക മേഖലയിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാവുകയില്ല. ഉദ്യോഗാർത്ഥികൾക്ക് പലവിധ തടസ്സങ്ങളും നേരിടേണ്ടി വരും. ബിസിനസ്സുകാർക്കും ഈ ആഴ്ച അത്ര നല്ലതല്ല. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു.